ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കർവ്ഡ് ബ്രീമിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ ദ മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് അറ്റ് ദി സെക്ഷൻ എ ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു റിങ് പോലത്തെ ഒരു സർക്കുലർ ആയിട്ടുള്ളൊരു ബീം, ഇതാണ് കർവ്ഡ് ബീമാണ്. ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ സെക്ഷനാണ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബി ആണ് 4, എച്ച് ആണ് 6. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡേറ്റേഴ്സും തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് സ്ട്രെസ്സാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു -m/AE ഇൻറ്റു y ഡിവൈഡഡ് ബൈ Rn മൈനസ് y. ഇതാണ് സ്ട്രെസ്സ് കാണാനായിട്ടുള്ള കർവ്ഡ് ബീമിൻ്റെ സ്ട്രെസ്സ് കാണാനായിട്ടുള്ള ഇക്വേഷൻ. ഇവിടെ ഞാൻ മൈനസ് കൊടുക്കാൻ കാരണം ഇവിടെ രണ്ടിടത്തും ഫോഴ്സ് കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കംപ്രസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് കൊടുത്തത്. അതേസമയം ഈ ഫോഴ്സ് ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് ഇങ്ങനെ ടെൻസൈലാണെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കണം. ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ഈ ഫോഴ്സ് തിരിച്ച് ടെൻസൈലാണ് ചോദിച്ചത്, ഇവിടെ പ്ലസ് കൊടുത്തോളണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിവിടെ മൈനസ് സൈൻ മാറ്റിക്കൊള്ളണം. ഇപ്പോൾ ഇവിടെ മൈനസ് ആണുള്ളത് കാരണം ഇവിടെ കംപ്രഷൻ ആണുള്ളത്. ഇനി നമുക്ക് ആദ്യം എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാം. വേർ എ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഏരിയ, ഈ സെക്ഷൻ റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഏരിയ ആണ്. അപ്പോൾ 4 ഇൻറ്റു ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 4 ഇൻറ്റു 6 24 സെൻറ്റിമീറ്റർ സ്ക്വയർ എ കിട്ടി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇതിൽ നിന്ന് Rn കണ്ടുപിടിക്കണം. Rn കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കും. നമ്മളെപ്പോഴും ഈ റെക്ടാങ്കുലർ സെക്ഷനിൽ ഏറ്റവും വലിയ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെക്ഷനാണ് റെഫറൻസ് സെക്ഷനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇത് ഏറ്റവും വലിയ സൈഡ് 6 ആണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഈ ലൈനാണ്. അപ്പോൾ ഇതാണ് റെഫറൻസ് ലൈനായിട്ട് എടുക്കുന്നത്, ഈ ഓയിലുള്ള ഈ ലൈൻ. ഈ ലൈൻ മുതൽ ഇതിൻ്റെ ബോട്ടം ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് RI എന്ന് പറയുന്നത്. അതെത്രയാണ് നമുക്ക് നോക്കി അറിയാം. ഇത് 8 ആണ് റേഡിയസ്. അപ്പോൾ RI എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ RI നമുക്ക് 8 കിട്ടി. ഇനി RC എന്ന് പറയുന്നത്, അതായത് ഈ റെഫറൻസ് ലൈൻ മുതൽ ഇതിൻ്റെ സെൻട്രോയിഡ്, ഇതാണ് സെൻട്രോയിഡൽ ആക്സിസ്, CG എന്ന് ഇട്ടിട്ടുണ്ട്, സെൻട്രോയിഡൽ ആക്സിസ്. ഈ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് RC. RC എന്ന് പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക, RI പ്ലസ് h/2. ഇത് h/2 ആണ്, മൊത്തം h ആണല്ലോ, അപ്പോൾ ഇത് h/2 ആണ്. അപ്പോൾ RI പ്ലസ് h/2 ആണ് എന്ത് RC. അപ്പോൾ നമുക്ക് RI അറിയാം. RI എന്ന് പറയുന്നത് എത്രയാണ് 8, h എന്ന് പറയുന്നത് 6. അപ്പോൾ 8 പ്ലസ് 6/2 ഈസ് ഈക്വൽ ടു 11 സെൻറ്റിമീറ്റർ ആണ് RC. അപ്പോൾ നമുക്ക് RC കിട്ടി, ഇവിടെ അടയാളപ്പെടുത്താം. RC ഈസ് ഈക്വൽ ടു 11. നമുക്ക് RC കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് RC കിട്ടി. ഇനി നമുക്ക് Rn കണ്ടുപിടിക്കാം. Rn കണ്ടുപിടിക്കാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. Rn ഈസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ ln ഇൻറ്റു RC പ്ലസ് h/2 ഡിവൈഡഡ് ബൈ RC മൈനസ് h/2. ഇതാണ് Rn കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു h എന്ന് പറയുന്നത് നമുക്കറിയാം 6 ഡിവൈഡഡ് ബൈ ln RC ഇപ്പോൾ കണ്ടുപിടിച്ചു 11 പ്ലസ് h/2 എന്ന് പറയുമ്പോൾ 6/2 ഡിവൈഡഡ് ബൈ 11 മൈനസ് 6/2. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കുക. വളരെ എളുപ്പമാണത്. നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കുക. കിട്ടുന്നതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 10.722 സെൻറ്റിമീറ്റർ ആണ്. 10.722. Rn എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് ലൈൻ മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്തായാലും ഈ സെൻട്രോ ഗ്രാവിറ്റിയുടെ ഈ ഇവിടെ ആയിരിക്കുമല്ലോ, താഴെ ആയിരിക്കുമല്ലോ, അതായത് ഈ റെഫറൻസ് ആക്സിസിൽ നിന്ന് സെൻട്രോ ഗ്രാവിറ്റിയുടെ താഴെ ആയിരിക്കും. കാരണം Rn 10.72 ആണ്, കാരണം RC 11 ആണല്ലോ. അപ്പോൾ ഇവിടെ ആയിരിക്കും ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ഈ ന്യൂട്രൽ ആക്സിസ് മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് Rn. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രിലിമിനറി ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. സ്ട്രെസ്സ് കിട്ടി, സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സ്ട്രെസ്സിൻ്റെ വാല്യൂ അല്ല, ആദ്യം നമുക്ക് ഏരിയയുടെ വാല്യൂ കിട്ടി, ദെൻ RC കിട്ടി, Rn കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്കൊരു കാര്യം കൂടി കാണാം. കാണാം.
ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡൽ ആക്സിസും ഇതാണല്ലോ ന്യൂട്രൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇ, അതായത് ഈ ഗ്യാപ്പാണ് ഇ. ഇവിടം വരെയും ആർ സിയും ഇവിടം വരെയും ആർ എന്നും ആണ്. അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്താണ്, ആർ സി മൈനസ് ആർ എൻ ആണ്. അതായത് 11 മൈനസ് 10.722. ഇ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 0.278 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആർ സി മൈനസ് ആർ എൻ ആണ് ഇ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് ആർ എൻ കിട്ടി, എ കിട്ടി. ഇനി നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സെക്ഷൻ എ എ. ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ പോവാണ്. ബെൻഡിങ് മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു, പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ബെൻഡിങ് മൊമെൻറ്റ് കാണുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്. ഫോഴ്സ് 2000, രണ്ട് സൈഡിലും 2000 ന്യൂട്ടൺ. ഈ ഫോഴ്സിൻ്റെ ഈ പോയിന്റ് മുതൽ ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സ് 2000 ഇൻറ്റു ഇവിടം വരെ എത്രയാണ്, ഇവിടം വരെയും 8 ആണ്. അപ്പോൾ 8 പ്ലസ് ഇവിടം വരെയും 8 ആണ്. പിന്നെ എന്താണ്, ഇവിടം വരെ എത്രയാണ്, ഇവിടം വരെ വീണ്ടും 8 ആണ്. 8 പ്ലസ് 8 പ്ലസ് സെൻട്രോയിഡ് വരെ എത്രയാണ്, മൊത്തം 6 ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് വരെയും 6/2 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 38,000 ന്യൂട്ടൺ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മൊമെൻറ്റ് കിട്ടി. അതായത് ശ്രദ്ധിച്ചുകൊള്ളുക, 2000 ഇൻറ്റു ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 8 പ്ലസ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 8 പ്ലസ് ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 6/2. അങ്ങനെ നമുക്ക് 38,000 ന്യൂട്ടൺ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെ ബി എന്ന് കൊടുക്കാം, ഈ പോയിന്റിനെ ഡി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സിഗ്മ ഡി കാണാം. ഈ പോയിന്റിലുള്ള സ്ട്രെസ് നമുക്ക് കാണാം, സിഗ്മ ഡി. സിഗ്മ ഡി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇക്വേഷൻ -m/AE y ഡിവൈഡഡ് ബൈ ആർ എൻ മൈനസ് വൈ ആണ് ഇക്വേഷൻ. അപ്പോൾ എം നമ്മൾ കണ്ടുപിടിച്ചു, -38,000 ഡിവൈഡഡ് ബൈ എ 24 ആണ്. 24 ഇൻറ്റു ഇ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.278 സെൻറ്റിമീറ്റർ ഇൻറ്റു വൈ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ അവിടെ കിടക്കട്ടെ. ആർ എൻ നമുക്കറിയാം, ആർ എൻ ഇപ്പോൾ കണ്ടുപിടിച്ചു 10.722 മൈനസ് വൈ. അപ്പോൾ നമുക്ക് വൈ അറിയണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വേർ വൈ ഡി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. എന്താണ്, ഡി എന്ന് പറയുന്ന പോയിന്റ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, വൈ ഡി. അപ്പം ഇത് ഈ ലെയറിനോട്, അതായത് നമ്മൾ എടുക്കുന്ന റെഫറൻസ് സെക്ഷനോട് അടുത്ത ലെയർ ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് കൊടുക്കാം, പോസിറ്റീവായിട്ട് തന്നെ വാല്യൂ കൊടുക്കാം. നോക്കുക, ഇവിടം മുതൽ, അതായത് ഡി മുതൽ സെൻട്രോഗ്രാവിറ്റി വരെയും 3 ആണ്. ഓക്കെ, ഡി മുതൽ സെൻട്രോഗ്രാവിറ്റി വരെയും 3 ആണ്. സെൻട്രോഗ്രാവിറ്റി ന്യൂട്രൽ ആക്സിസ് നമ്മളുടെ ഡിസ്റ്റൻസ് സി ആണ്. അപ്പോൾ നമുക്ക് ഈ ഡി മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് 3 മൈനസ് സി ചെയ്താൽ മതിയല്ലോ, 0.278 ചെയ്താൽ മതി. 3 മൈനസ് 0.278 2.72 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഒന്നുകൂടെയും പറയാം, ഡി മുതൽ സെൻട്രോഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് 3 ആണ്. ഡി മുതൽ സെൻട്രോഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് 3 ആണ്, കാരണം h/2. അതുപോലെ തന്നെ ന്യൂട്രൽ ആക്സിസും സെൻട്രോഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇ ആണ്. ഓക്കെ, അപ്പോൾ ഡി മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് 3യിൽ നിന്ന് ഇ കുറച്ചാൽ മതി. ഇ എന്ന് പറയുന്നത് 0.278. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വൈ ഡി കിട്ടി. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.2, ഇത് ഈ റെഫറൻസ് ലൈനോട് അടുത്തതായതുകൊണ്ട് പോസിറ്റീവ് കൊടുക്കുക. 2.72 ഡിവൈഡഡ് ബൈ എന്ത് വരും, 2.72 അല്ലെങ്കിൽ 78 വരും. ദാറ്റ് ഈസ് 2.72. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -1922.61 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്ന സിഗ്മ ഡി വാല്യൂ.
നെക്സ്റ്റ് നമുക്ക് സിഗ്മ ബി കാണാം. ബി എന്ന് പറയുന്ന പോയിന്റിൽ കാണാം. അപ്പോൾ നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ മൈനസ് എം ബൈ എ ഇ വൈ ഡിവൈഡഡ് ബൈ ആർ എൻ മൈനസ് വൈ. ഓക്കെ, ഇവിടെ മൈനസ് 3800 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 0.278. ഇവിടെ വൈ മാത്രമാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പ്രശ്നമുള്ളൂ. 10.722 മൈനസ്. അപ്പോൾ വൈ ബി എത്രയാണെന്നറിയണം. വൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റ് മുതൽ ന്യൂട്രൽ എക്സ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് റെഫറൻസ് ലൈനിൻ്റെ ഔട്ടർ പോയിന്റ് ആയതുകൊണ്ട് മൈനസ് വാല്യൂ വേണം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നോക്കുക, ബി മുതൽ ന്യൂട്രൽ എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് ഇവിടം വരെയും 3 ആണെന്ന് നമുക്കറിയാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയും 3 ആണ്. അപ്പോൾ 3+E ആണ്. അപ്പോൾ ഇവിടെ അത് ഔട്ടർ, അതായത് റെഫറൻസ് ലൈനോട് ഔട്ടർ ലെയർ ആയതുകൊണ്ട് മൈനസ് വാല്യൂ കൊടുക്കണം. അപ്പോൾ വൈ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 3 + 0.278. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.28 മൈനസ് 3.28 എന്ന് കിട്ടും. -3.28 മൈനസ് കൊടുക്കാൻ കാരണം ഔട്ടർ ലെയർ ആയതുകൊണ്ട്. അപ്പോൾ ഇതിവിടെ -3.28 ഡിവൈഡഡ് ബൈ -3.28 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1324.8 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് സിഗ്മ ഡിയും സിഗ്മ ബിയും കിട്ടി. ഇതെന്ന് പറയുന്നത് സ്ട്രെസ് ഡ്യൂ ടു കർവ്ഡ് ബീമാണ്. ഇത് കൂടാതെ ഒരു സ്ട്രെസ് ഉണ്ടാവും, ഡയറക്റ്റ് സ്ട്രെസ്. നമുക്കറിയാം ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? സാധാ ലോഡ് ബൈ ഏരിയ. ഇവിടെ കംപ്രഷൻ ആയതുകൊണ്ട് ലോഡിന് -2000 എന്ന് കൊടുക്കുക. ഏരിയ എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ്? 24. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -83.33 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ടെൻഷൻ ആണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് കൊടുത്തോളൂ. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് അറ്റ് ഡി എന്ന് പറയുന്നത്, ഡിയിലെ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സിഗ്മ ഡി പ്ലസ് ഡയറക്റ്റ് സ്ട്രെസ് ആണ്. അതായത് -922.61 -83.33. അപ്പോൾ നമുക്ക് 20005.94 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ടോട്ടൽ സ്ട്രെസ് അറ്റ് ബി എന്ന് പറയുന്നത് സിഗ്മ ബി പ്ലസ് ഡയറക്റ്റ് സ്ട്രെസ് ആണ്. സിഗ്മ ബി നമുക്കറിയാം എത്രയാണ്? 1324.8 ഡയറക്റ്റ് സ്ട്രെസ് -83.33. അപ്പോൾ നമുക്ക് 1240.4 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന്. ഓക്കെ, ഇതാണ് കർവ്ഡ് ബീമിൻ്റെ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇത് കർവ്ഡ് ബീമിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലമാണ്. എ ഹുക്ക് ക്യാരിങ് എ ലോഡ് ഓഫ് 7.5 kilonewton as shown in figure. Find the maximum and minimum stress produced on the section and plot the variation of stress. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഹുക്ക്. ഇതാണ് ഇതിൻ്റെ ആക്സിസ് ഓഫ് കർവേച്ചർ, അതായത് ലോഡ് അപ്ലൈ ചെയ്യുന്ന ആക്സിസ് ആണ് ആക്സിസ് ഓഫ് കർവേച്ചർ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മെയിൻ ഇക്വേഷൻ എഴുതാം. നമ്മുടെ ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ബൈ ഇ വൈ ഡിവൈഡഡ് ബൈ ആർ എൻ മൈനസ് വൈ. ഇവിടെ നാം എം എന്ന് പറയുന്നത് പോസിറ്റീവാണ് കൊടുക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഇതിനെ പിടിച്ചിങ്ങനെ താഴോട്ട് വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ടെൻഷൻ നടക്കുന്നത്, അതായത് ഇങ്ങനെ വളയുവാണ്. അപ്പോൾ ടെൻഷൻ നടക്കുന്നത്. അതേസമയം ഈ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കണം, കംപ്രഷനാണ്. ഇവിടെ ടെൻഷൻ ആയതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇവിടെ എ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. എ എന്ന് പറയുന്നത് 30 × 15 ആണ്. ദാറ്റ് ഈസ് 450 mm സ്ക്വയർ ആണ്. 450 mm സ്ക്വയർ. എല്ലാ വാല്യൂസും എമ്മിലാണ് തന്നിരിക്കുന്നത്. 450 mm സ്ക്വയർ ആണ് നമുക്ക്. ഇനി നമുക്ക് അടുത്തത് ആർ എൻ കിട്ടണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. കാരണം എപ്പോഴും ശ്രദ്ധിക്കുക, ഇതാണ് എച്ച്, ഇതാണ് ബി എ.
ഓക്കെ, ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. ലോഡ് അപ്ലൈ ചെയ്യുന്ന ആക്സിസ്, അതാണ് റെഫറൻസ് ലൈൻ, അല്ലെങ്കിൽ എച്ചിന് പെർപെൻഡിക്കുലർ എന്ന് ഓർത്താൽ മതി. അപ്പം ഈ ലൈൻ മുതൽ, അതായത് ഈ റെഫറൻസ് ലൈൻ മുതൽ ഇവിടം വരെയുള്ള, അതായത് ഇതിൻ്റെ ബോട്ടം ലെയർ, ഈ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് RI. ഈ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് RI. അപ്പോൾ RI നമുക്കറിയാം, RI എന്ന് പറയുന്നത് 20 ആണ്. നമുക്കിവിടെ തന്നിട്ടുണ്ട് RI 20. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RC ആണ്. RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഫറൻസ് ലൈൻ മുതൽ ഇതിൻ്റെ സെൻട്രോ ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RC. ഓക്കെ, അപ്പോൾ ഇവിടം വരെ RI ആണ്. ഇതെന്തായിരിക്കും? ഇത് h/2 ആയിരിക്കും. അപ്പോൾ RI പ്ലസ് h/2 ആണ് എന്ത്? RC ഈസ് ഈക്വൽ ടു RI പ്ലസ് h/2. നമുക്ക് RI അറിയാം 20, h അറിയാം 30. അപ്പോൾ 30/2 ഈസ് ഈക്വൽ ടു 35 mm എന്ന് കിട്ടും. എന്ത്? RCയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി RC അറിയാമെങ്കിൽ RN കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. RN ഈസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ LN RC പ്ലസ് h/2 ഡിവൈഡഡ് ബൈ RC മൈനസ് h/2. ഇതാണ് RN കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ദാറ്റ് ഈസ് RN ഈസ് ഈക്വൽ ടു h നമുക്കറിയാം 30 ഡിവൈഡഡ് ബൈ LN. RC നമുക്കറിയാം 35 പ്ലസ് h/2 30/2, 35 മൈനസ് 30/2. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 32.74 mm ആണ്. 32.74 mm. അപ്പോൾ 32.74 എന്ന് പറഞ്ഞു കഴിയുന്നത് RCയിൽ താഴെയാണല്ലോ. അപ്പോൾ ഇവിടെയായിരിക്കും ന്യൂട്രൽ ആക്സിസ് വരുന്നത്. അപ്പോൾ ഇതായിരിക്കും RN, ഇതായിരിക്കും ന്യൂട്രൽ ആക്സിസ്. ആ ന്യൂട്രൽ ആക്സിസ് മുതൽ റെഫറൻസ് ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്? RN. ഓക്കെ, അപ്പോൾ നമുക്ക് RN കിട്ടി. ഇനി എന്താണ് ഈ ഗ്യാപ്പാണ് അതായത് RCയും, അതായത് റെഫറൻസ് ലൈൻ മുതൽ സെൻട്രോ ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസും റെഫറൻസ് ലൈൻ മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് എന്തായിരിക്കും? RC മൈനസ് RN ആയിരിക്കും. അപ്പോൾ RC RN അറിയാം 35 മൈനസ് 32.74. therefore E is equal to 2.26 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. യുടെ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കിട്ടി? എയുടെ വാല്യൂ കിട്ടി, ഇയുടെ വാല്യൂ കിട്ടി, RNൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്തത് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. മൊമെൻറ്റ് അറ്റ് O, അതായത് സെൻട്രോയിഡിലുള്ള മൊമെൻറ്റ് എന്തായിരിക്കും? നമുക്കറിയാം മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം എന്താണ്? ലോഡ് ഇൻറ്റു 7.5 ഇൻറ്റു 10⁻³ കിലോന്യൂട്ടൺ ആക്കിയത് ഇൻറ്റു ഈ റെഫറൻസ് ലൈൻ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 20 പ്ലസ് ഇതിൻ്റെ ബോട്ടം ലൈൻ മുതൽ സെൻട്രോ ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? മൊത്തം h 30 ആണ്. അപ്പോൾ h/2, അപ്പോൾ 50. 20 പ്ലസ് 50. അപ്പോൾ m എന്ന് പറയുന്നത് 262.5 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ mm ആയിരിക്കും. ഒന്നുകൂടെ പറയാം, മൊമെൻറ്റ് റെഫറൻസ് ലൈനിലെ ലോഡ് ഇൻറ്റു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 20 പ്ലസ് സെൻട്രോ ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് h/2, ദാറ്റ് ഈസ് 30/2 50. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് കിട്ടി. ഇനി നമുക്ക് ആദ്യം സെക്ഷൻ CC എടുക്കാം. സെക്ഷൻ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറ്റ് സിഗ്മ C എന്ന് എടുത്താലും മതി. അപ്പോൾ സിഗ്മ C എന്ന് പറയുന്നത് നമ്മൾ പഴയപോലെ ഇക്വേഷൻ എഴുതാണ് m/AE y ഡിവൈഡഡ് ബൈ RN മൈനസ് y. ദാറ്റ് ഈസ് ഈക്വൽ ടു m നമുക്കറിയാം 262.5 ഇൻറ്റു 10 പോസിറ്റീവാണ് കൊടുക്കുന്നത് കാരണം ടെൻഷനാണ്. ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ A നമുക്കറിയാം 450 ഇൻറ്റു നമുക്കറിയാം 2.26. ഇനി y ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. RN നമുക്കറിയാം 32.74. അപ്പോൾ നമുക്ക് YC അറിയണം. YC ഇവിടെ നോക്കുക, C എന്ന് പറയുന്ന ഈ ലെയർ റെഫറൻസ് ലൈനിൻ്റെ ഔട്ടർ ലെയറാണ്. അതുകൊണ്ട് YCക്ക് നമുക്ക് നെഗറ്റീവ് വാല്യൂ കൊടുക്കണം. അതായത് ഈ C എന്ന് പറയുന്ന ഈ പോയിന്റ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ C മുതൽ സെൻട്രോയിഡ് വരെ h/2 ആണല്ലോ, 15 ആണല്ലോ. അപ്പോൾ -15 പ്ലസ് മൈനസ് വാല്യൂ കൊടുക്കണം. -15 പ്ലസ്, അതായത് C മുതൽ ഇതിൻ്റെ സെൻട്രോ ഗ്രാവിറ്റി വരെ 15 പ്ലസ് E ഗ്യാപ്പ്, പ്ലസ് E ആണ്, അതാണ് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. പ്ലസ് E എന്ന് പറയുമ്പോൾ
2.26. അപ്പോൾ മൈനസ് എന്ത് കിട്ടും? 17.26 mm കിട്ടും YC. ഈ മൈനസ് കൊടുക്കാൻ കാരണം ഈ റെഫറൻസ് ലൈനോട് ഔട്ടർ ലെയറാണ്. ഓക്കെ, അടുത്ത ലെയർ എ ആണ്, ഔട്ടർ ലെയർ ആയതുകൊണ്ടാണ് മൈനസ് കൊടുക്കാൻ കാരണം. സി മുതൽ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി വരെ 15, ദെൻ പ്ലസ് ഇ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുവരും? -17.26 മൈനസ് 17.26 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ സിഗ്മ സി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത് -89.100 Nm² ആണ് നമുക്ക് സിഗ്മ സി കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ എ എടുക്കാം. അതായത് ഈ സെക്ഷൻ, ഈ എ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കാം. ഇവിടെ അതുപോലെ തന്നെ ഇക്വേഷൻ ഇതാണ്. സിഗ്മ സി m/AE y ഡിവൈഡഡ് ബൈ RN മൈനസ് y. നമ്മൾ പഴയ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം. എമ്മിൻ്റെ വാല്യൂ 262.5 × 10⁻³ എയുടെ വാല്യൂ 450, എയുടെ വാല്യൂ 2.26. നമുക്ക് YA അറിയണം, അതവിടെ നമ്മൾ സ്പേസ് ഇടുവാണ്. RN എന്ന് പറയുന്നത് 32.74. അപ്പോൾ നമുക്ക് YA എത്രയാണെന്ന് അറിയണം. YA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഫറൻസ്, ഈ എ എന്ന് പറയുന്ന പോയിന്റ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, എ എന്ന് പറയുന്ന പോയിന്റ് മുതൽ. അപ്പോൾ ഇത് റെഫറൻസ് ലൈനോട് അടുത്ത ലെയർ ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ നമുക്ക് കൊടുക്കാം. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഈ എ മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എ മുതൽ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി വരെയും 15 ആണ്, ഇവിടം വരെ ഇ ആണ്. അപ്പോൾ 15 മൈനസ് ഇ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 15 മൈനസ് ഇ, 15 മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.26. അതായത് സി മുതൽ, എ മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എ മുതൽ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി വരെയും 15 ആണ്. ഇവിടം മുതൽ, അതായത് സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയും ന്യൂട്രൽ ആക്സിസും ഡിസ്റ്റൻസ് ഇ ആണ്. അപ്പോൾ 15 മൈനസ് സി ആണ് എന്ത്? YA. പോസിറ്റീവ് കൊടുക്കണം കാരണം അടുത്ത ലെയർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 12.74 mm ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12.74 മൈനസ് 12.74. അപ്പോൾ നമുക്ക് സിഗ്മ സിയുടെ വാല്യൂ കിട്ടും. നമുക്ക് സിഗ്മ സിയുടെ വാല്യൂ ഇടുന്നത് 164.417 Nm². ആണ്. ഇപ്പം നമുക്ക് സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് ആണ് കർവ്ഡ് ബീം കിട്ടിയത്. ഇനി നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡയറക്റ്റ് സ്ട്രെസ് വളരെ എളുപ്പമാണ്. ഡയറക്റ്റ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. ഇവിടെ ടെൻഷൻ ആയതുകൊണ്ട് പോസിറ്റീവ് കൊടുക്കണം. അപ്പോൾ 7.5 ആണ് ലോഡ് ഇൻറ്റു 10⁻³ ഏരിയ എന്ന് പറയുന്നത് 450 ആണ്. നമുക്ക് 16.66 Nm² എന്ന് കിട്ടും. ഓക്കെ, ഇനി ടോട്ടൽ സ്ട്രെസ് അറ്റ് സെക്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്ഷൻ്റെ ബെൻഡിങ് സ്ട്രെസ് ആണ് 164.417 പ്ലസ് ഡയറക്റ്റ് സ്ട്രെസ് 16.66. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 181.99 Nm² എന്നായിരിക്കും. ഇനി സിമിലർലി ടോട്ടൽ സ്ട്രെസ് അറ്റ് സെക്ഷൻ CC എന്ന് പറയുന്നത്, അതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയാണ്? -89.100 ആണ് ബെൻഡിങ് സ്ട്രെസ് പ്ലസ് ഡയറക്റ്റ് സ്ട്രെസ് 16.66. നമുക്ക് കിട്ടുന്നത് -72.4 Nm² ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ പ്ലോട്ടാണ്. ഇതിൻ്റെ പ്ലോട്ട് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ടാണ്. ഇവിടെ നോക്കുക, നിങ്ങളുടെ ഈ ഇക്വേഷനിൽ എമ്മും എയും ഇക്കും RNനും വ്യത്യാസമില്ല. പിന്നെ നമുക്ക് വ്യത്യാസം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വ്യത്യാസം വരുന്നത് വൈയുടെ വാല്യൂ വേരി ചെയ്യും. ഇവിടെ നോക്കുക, ഇത് നമ്മൾ ഈ സെക്ഷൻ തിരിച്ചിട്ടേക്കുവാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സെക്ഷൻ ഇങ്ങനെ തിരിച്ച് വെച്ചേക്കുവാണ്. ഇതാണല്ലോ, ഇതാണ് നമ്മുടെ മൊത്തം വാല്യൂ 30, ഇതാണ് നമ്മുടെ 15. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം ഞാൻ കൊടുക്കുന്നത് വൈക്ക് ന്യൂട്രൽ ആക്സിസിൽ വൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ സിഗ്മ 0 ആയിരിക്കും. ദെൻ ഇത് റെഫറൻസ് സെക്ഷൻ്റെ ഔട്ടർ ലെയർ ആയതുകൊണ്ട് വൈക്ക് -2.26 കൊടുക്കുക. അപ്പോൾ സിഗ്മയുടെ വാല്യൂ ഇത് കിട്ടും. വൈക്ക് -10 കൊടുക്കുക. അപ്പോൾ സിഗ്മ ഇത് കിട്ടും. വൈക്ക് -17.26 കൊടുക്കുക. അപ്പോൾ സിഗ്മ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഇതുപോലെ താഴെ വൈക്ക് 5 കൊടുക്കുക, വൈക്ക് 10 കൊടുക്കുക, വൈക്ക് 12.74 കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ വാല്യൂ നിങ്ങളിവിടെ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എമ്മിനും എക്കും ഇക്കും RNനും വ്യത്യാസമില്ല. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ
കർവ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ വൈയുടെ വാല്യൂ വേരി ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ സിഗ്മ ബിയുടെ വേരിയേഷൻ നമുക്ക് കിട്ടും. ഓക്കെ താങ്ക് യു.